ഭാഗങ്ങളിൽ ഡംബൽ തൂക്കിയുള്ള ക്രൂരന്മാരായവർ പിടിയിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സഹപാഠികളുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഡംബൽ തൂക്കി റാഗിംഗ് ക്രൂരത നടത്തിയ മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേർ പിടിയിൽ. മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളായ വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവൻ, സാമുവൽ ജോൺ എന്നിവരെയാണ് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ മുതലാണ് 1ാം വർഷ വിദ്യാർത്ഥികളെ ഈ സംഘം റാഗിങ്ങിന്റെ പേരിൽ പീഡിപ്പിച്ചിരുന്നത്. പീഡനം സഹിക്കവയ്യാതെ 1ാം വർഷ വിദ്യാർത്ഥികളായ 3 പേരാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. 3 പേരുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡന മുറകളാണ് ഇവർ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ശരീരമാസകലം വരഞ്ഞ് മുറിവുണ്ടാക്കിയിരുന്ന പ്രതികൾ ഈ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചിരുന്നു. ഈ ലോഷൻ വീണ് വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ചു പിടിപ്പിക്കും. തുടർന്ന് നഗ്നരാക്കി നിർത്തുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കുകയും ചെയ്തിരുന്നതായും പരാതിയിൽ പറയുന്നു. 3 മാസത്തോളമായി റാഗിങ്ങിന്റെ പേരുള്ള പീഡനം തുടർന്നതോടെയാണ് കുട്ടികൾ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്ന് കേസെടുത്ത പോലീസ് കർശന നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങൾ സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനായി ഊഴമിട്ട് പിരിവെടുത്തിരുന്നതായും പരാതി നൽകിയ വിദ്യാർത്ഥികൾ പറയുന്നു. പിടിയിലായ സീനിയർ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ജനറൽ നഴ്സിംഗ് കോഴ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് പരാതി നൽകിയത്. 3 വർഷത്തെ കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിലിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിൽ സ്പെഷ്യൽ കോഴ്സായിട്ടാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ് ഇവിടെ നടക്കുന്നത്. അതിൽ 1ാം വർഷ വിദ്യാർത്ഥികൾ നവംബർ 4 ക്ലാസ് തുടങ്ങിയതാണ്. നമ്മൾ കുട്ടികളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീനിയർ ബാച്ചിന് അഡ്വക്കേറ്റ് വിവേകിനെ കൊണ്ട് ആൻറ്റി റാഗിങ്ങിൻ്റെ അവയർനെസ് ക്ലാസ്സുകൾ സീനിയർ ബാച്ചിന് മുഴുവൻ കൊടുത്തിരിക്കുന്നതാണ്. കുട്ടികൾ അഡ്മിഷൻ വരുമ്പോൾ തന്നെ ആൻറ്റി റാഗിങ്ങിൻ്റെ അഫിഡാവിറ്റ് കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ആൻറ്റി റാഗിങ് കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ആൻറ്റി റാഗിങ് സ്ക്വാഡ് കോളേജിലുണ്ട്. ഹോസ്റ്റലിൽ നിരന്തരം ഇൻസ്പെക്ഷൻ നടത്തുകയും അതിൻ്റെ മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ്. കുട്ടികൾ പക്ഷേ യാതൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കോളേജിൽ ക്ലാസ്സുകളാണ് നടക്കുന്നത്. ക്ലാസ് റൂം ഈ പ്രിൻസിപ്പൽ റൂമിനും ഓഫീസ് റൂമിനും തൊട്ടടുത്തുള്ള ക്ലാസ് റൂമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 1ാം നിലയിൽ 1ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത്. അതൊരു റാഗിങ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള മെഷറായിട്ടാണ് ക്ലാസ് റൂം അങ്ങനെ എടുത്തത്. അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരൻറ്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. രാവിലെ തന്നെ കുട്ടികളെ ക്ലാസ് ടീച്ചറെ കാണുകയും കുട്ടികൾ റാഗിങ് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ പ്രിൻസിപ്പലിന് ഒരു പ്രിലിമിനറി മീറ്റിംഗ് പ്രിൻസിപ്പൽ, അസിസ്റ്റൻറ്റ് വാർഡന്, ഹോസ്റ്റൽ ഹൗസ് കീപ്പർ, സീനിയർ അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, GNM കോർഡിനേറ്റർ ഇവരുമായിട്ട് നടത്തി. അതിൽ ഒരു പ്രഥമ ദൃഷ്ട്യാ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലയിൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ഇന്നലെ ഒരു 4:30 സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിൽ വരികയും വിക്ടിംസായ കുട്ടികളെ കാണുകയും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിൽ നിന്ന് വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന CI പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു. വിക്ടിംസിലെ 2 കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു. അസിസ്റ്റൻറ്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. ഒരു 5:30 വിക്ടിംസിന് അറസ്റ്റാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചു. തുടർ നടപടികളായിട്ട് ഇതിൻ്റെ എല്ലാ ഇവൻസും മെഡിക്കൽ എഡ്യൂക്കേഷനിലും കേരള നേഴ്സസ് മിഡ്വൈസ് കൗൺസിലിലും അറിയിച്ചിട്ടുണ്ട്. പ്രിലിമിനറി റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എൻക്വയറി കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുകയാണ്.
ഒഫീഷ്യലി ഒന്നുമില്ല, ഔദ്യോഗികമായിട്ട് ഒന്നുമില്ല. അവർക്കുള്ള ഒഫീഷ്യൽ അസോസിയേഷൻ സ്റ്റുഡൻറ് നഴ്സസ് അസോസിയേഷൻ SNA മാത്രമാണ് ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളത്. അവർക്ക് കോളേജിൽ അത് SNA എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് പ്രൊഫഷണൽ അസോസിയേഷനാണ്. അത് SNA അല്ല, കോളേജിൽ ഔദ്യോഗികമായിട്ടുള്ള സംഘടനയുടേതല്ല. അത് നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയില്ല. കുട്ടികൾ ക്ലാസ്സിലുണ്ട്. ഇന്നലെ ലാബിലെ പ്രാക്ടീസിന് പോകുന്നു. ഇപ്പം പോലീസ് അന്വേഷണം വന്നപ്പോൾ നമ്മൾ ലാബിലെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിയെന്നേ ഉള്ളൂ. ആരോഗ്യപരമായ ഒരു വിഷയങ്ങളും കുട്ടികളെ റിപ്പോർട്ട് ചെയ്തില്ല. നമ്മളോടിപ്പം ഡീറ്റെയിൽഡ് അന്വേഷണത്തിന് കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുന്നുണ്ട്. അതുടൻ തന്നെ നടക്കുന്നതാണ്. അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഒന്നും നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ആൻറ്റി റാഗിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ 1-ാം വർഷം വരുന്നതിന് മുമ്പ് തന്നെ അവയർനെസ് ക്ലാസ് നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഓരോ ഇയറിനെ കൊണ്ടും UGC ഗൈഡ് ലൈൻസ് വെച്ച് തന്നെ ഈവൻ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് കൊണ്ടും ആൻറ്റി റാഗിങ്ങിൻ്റെ അഫിഡാവിറ്റ് എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ എല്ലാം റാഗിങ് പ്രൊഹിബിറ്റഡ് ആണ്, റാഗിങ് ഫ്രീ ഏരിയ എന്നുള്ളത് ക്യാമ്പസിലും ഹോസ്റ്റലുകളിലും എല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്വാഡ് സംവിധാനം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ടായിരുന്നു അത് പരാജയപ്പെട്ടു. അതായത് കുട്ടികൾ പോലും നിങ്ങളോട് പോലും തുറന്ന് പറയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആ സിസ്റ്റം കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ആ സിസ്റ്റം കൊണ്ട് ഇനി പ്രയോജനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ തെളിവാണല്ലോ ഈ കേസ്. അപ്പൊ അതിനെന്താണ് പരിഷ്കാരം എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ നമുക്കുള്ള കൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നതാണ്. നമുക്ക് മെൻ്റർമെൻറ്റി സിസ്റ്റം ഇവിടെ നിലവിലുണ്ട്. ജനറൽ നഴ്സിങ്ങിന് നമുക്ക് 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ മെൻ്റർമെൻറ്റി സിസ്റ്റമുണ്ട്. അത് ഇച്ചിരി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മന്ത്ലിയാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് മെൻ്റർമെൻറ്റി കൗൺസിലിംഗ് നടക്കുന്നത്. ഒരു ഇതിലൂടെ വീക്കിലി ആയിക്കൊണ്ടും ഇൻഡെപ്ത് മുമ്പോട്ട് പോയിക്കൊണ്ട് കുട്ടികളെ പേഴ്സണലായിട്ട് വെന്റിലേറ്റ് ചെയ്യുന്നെങ്കിൽ അതനുസരിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ളത്. പരാതികളൊന്നും നാളിതുവരെ അങ്ങനെ അതെ പക്ഷെ നാളിതുവരെ നമുക്ക് റിട്ടേൺ ആയിട്ട് അങ്ങനെയുള്ളതൊന്നും കിട്ടിയിട്ടില്ല. അസിസ്റ്റൻറ്റ് വാർഡൻ സാറിന് നേരിട്ട് റിപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. വാർഡൻ ഞങ്ങൾ 24 വാർഡൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗവൺമെൻറ് നിയമം അനുസരിച്ച് പ്രിൻസിപ്പൽ തന്നെയാണ് വാർഡൻ. അസിസ്റ്റൻറ്റ് വാർഡൻ ഒരു ഫാക്കൽറ്റിയാണ്. അതായത് അവരുടെ ഹൗസ് കീപ്പർ എന്നുള്ളതാണ് ഡെസിഗ്നേഷൻ. ഹൗസ് കീപ്പർ 24 മണിക്കൂറും അവരുടെ തൊട്ടടുത്ത മുറിയിലുണ്ട്. ഈ ഫസ്റ്റ് ഇയർ ഈ ഹൗസ് കീപ്പറുടെ തൊട്ടടുത്ത 2 മുറികളിലാണ് ആദ്യവർഷ വിദ്യാർത്ഥികളായ ഈ വിക്ടിംസ് താമസിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നമ്മൾ നടത്തിയ ആദ്യത്തെ പ്രിലിമിനറി മീറ്റിങ്ങിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ് നടത്തിയത്. കുട്ടികളിത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിച്ചു, എന്തേന്ന് നീ എന്നോട് പറയാഞ്ഞേ, നീ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആർക്കാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഓടുകയാണല്ലോ ചെയ്തതെന്നാണ് തിരിച്ചു പറഞ്ഞത്. 1-ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ 6 ആൺകുട്ടികളും പരാതിക്കാരാണ്. 6 ആൺകുട്ടികളെ ക്ലാസ്സിലുള്ളൂ. 3 ആൺകുട്ടികൾ 4 പേരുണ്ട്. അതിൽ 3 പേരും പ്രതികളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഹോസ്റ്റലിലുണ്ട്. അത് കുട്ടികൾ സൂചിപ്പിച്ചിട്ടില്ല അവരുടെ പേരുകളൊന്നും. പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസാണെങ്കിലും ഈ രീതികളൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി തന്നെ ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോഴെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അതിനോട് നമ്മുടെ ഒരു ഇതെന്താണ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ റാഗിങ്ങിൻ്റെ യാതൊരു കാര്യങ്ങളും നമ്മൾ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ക്ലാസ് ടീച്ചേഴ്സിനോടോ വാർഡനോടോ നമ്മൾ 24 മണിക്കൂർ അവിടെ താമസിക്കുന്ന ഒരു എക്സ് സർവീസ്മെൻ പോലെയുള്ള തന്നെയുള്ള സെക്യൂരിറ്റി കുട്ടികളുടെ റൂമിന് തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിൻ്റെ പുറത്തുമല്ല താമസിക്കുക. യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 16 മുറികൾ മാത്രമേ ഇവിടുത്തെ മെൻസ് ഹോസ്റ്റലിൽ PG's ഹോസ്റ്റലിൻ്റെ ഒരു പോർഷനാണ് മെൻസ് ഹോസ്റ്റലായിട്ട് വെച്ചേക്കുന്നത്. അതിനകത്ത് 24 മണിക്കൂറും താമസിക്കുന്ന
മെയിൽ ഹൗസ് കീപ്പറുണ്ട്. ഹൗസ് കീപ്പറിൻ്റെ തൊട്ടടുത്ത 2 മുറികളാണ് 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹോസ്റ്റലിൻ്റെ അസിസ്റ്റൻറ്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റി തന്നെയാണ്. നിരന്തരം അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഒരു 9:30 വരെ ഹൗസ് കീപ്പർ അവിടെ ഉണ്ട്. 10 മണിക്കാണ് പുള്ളി അടച്ചു കൂട്ടാറ്. പക്ഷേ കുട്ടികൾ യാതൊന്നും നാളിതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പേരൻസിനോട് അവർ പറഞ്ഞിട്ടില്ല. പേരൻസിനോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തന്നെ അവർ നമ്മളെ വിളിക്കുകയും നമ്മൾ അതിന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്നലെയാണ്.